ഇനി അബോർഷൻസ് പലതവണ കഴിഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ ടൈമിൽ തോന്നുന്നൊരു വിഷയമാണ്. അതിൻ്റെ ഉള്ളൊരു ലൈഫേ അവർ നശിപ്പിക്കണം. എന്തിനാണ്? ഇത് എൻ്റെ വാക്കല്ല, ഞാൻ പാർട്ട്ണറിനെ വേണ്ടെന്നാണ് പറയുന്നത്. ഡിവോഴ്സ് കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അവർ വേറൊരു പാർട്ട്ണറിനെ ഈ കല്യാണ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ വേറെ പോകുന്നത് ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട എന്നാണോ? നോക്കണ്ട എന്നല്ല പറഞ്ഞത്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആദ്യം ഒരുമിച്ച് രണ്ടാൾക്കും സംസാരിച്ചുകൊണ്ട് തർക്കങ്ങളും വഴക്കുകളും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഫസ്റ്റ്. സെക്കൻഡാണ് കല്യാണം. ഇപ്പോൾ നിങ്ങൾ പരമ്പരാഗത വിവാഹം കഴിച്ചാലും ലിവിങ് ടുഗദർ ആയാലും ശരി, സെക്കൻഡാണ് സെക്ഷുവലായിട്ടുള്ള സംതൃപ്തി എന്ന് പറയുന്ന സാധനം. അതും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈഫാണല്ലോ ഈ ലൈഫാണല്ലോ നിങ്ങൾക്ക് വിട്ട് കളയാം. ആദ്യം തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള കഞ്ഞിയും ചമ്മന്തിയും കറിയൊക്കെ പാടെ വിളമ്പിയിട്ട് വാരി കഴിച്ചിട്ട് വയറിന് കേടാന്ന് പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഈ കൗതുകം വേണ്ട, ശരീരത്തിൻ്റെ അട്രാക്ഷൻ. കാരണം അതല്ല ഇമ്പോർട്ടൻറ്റ്. ലൈഫിൽ നാളെ നമ്മൾ വയസ്സാവും. ലിവിങ് ടുഗദർ എന്തായാലും ഒരുമിച്ച് ജീവിക്കുക, രണ്ട് പാർട്ട്ണർ ഒരുമിച്ച് ജീവിക്കാൻ വയസ്സാവും. അന്ന് ഈ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടായിക്കൂടാന്നല്ല. അപ്പോൾ ആ ടൈമിൽ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് അവർക്ക് സംസാരിക്കാൻ, അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനും, അവർക്ക് വെക്കലോ വിളമ്പലോ കൊടുക്കലോ നടക്കലോ എന്തോ അത്തരം ചില കാര്യങ്ങളാണ്. അവനവൻ്റെ മനസ്സിലെ മൈൻഡിലെ സാധനങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ഒരാൾ. സെക്കൻഡാണ് മറ്റേ കാര്യം. ആ സെക്കൻഡുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്സാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷെ മറിച്ച് ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. കാരണം ഇപ്പോൾ അന്ന പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് പെൺകുട്ടികൾ പല സ്റ്റേറ്റിൽ ഇവിടെ തന്നെയുള്ള ഇനി രാജ്യം വിട്ടു പോയിട്ടുള്ള കുട്ടികൾ നിരന്തരം വിളിച്ചവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സൊല്യൂഷൻസ് ചോദിച്ചിട്ട്. കാരണം നമ്മളൊരു സ്പിരിച്വൽ കൺസൾട്ടൻറ്റ് കൂടിയാണ്. എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, ആത്മീയതയിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശമുണ്ടോ? ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. ഇനി അബോർഷൻസ് പലതവണ കഴിഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വിട്ട് പിരിയാനും പറ്റുന്നില്ല. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. എൻ്റെ നാട്ടിൽ ഭർത്താവുണ്ട്, എൻ്റെ നാട്ടിൽ ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കുന്ന ആൾക്കാരും സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിൻ പ്രശ്നം ഞാൻ കണ്ടതാണ് ഒരു കൗതുകത്തിന് ഒരു നിമിഷം കൊണ്ട്. പണ്ട് സോമനൊക്കെ പറഞ്ഞ ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ ടൈമിൽ തോന്നുന്നൊരു വിഷയമാണ്. അതിൻ്റെ ഉള്ളൊരു ലൈഫേ അവർ നശിപ്പിക്കണം. എന്തിനാണ്? അപ്പോൾ അത് ഇത്രത്തിനുള്ളൂ. അത് ലൈഫേ നശിപ്പിക്കുന്നതാവുന്നത് എങ്ങനെയാണ്? അത് ഞാനല്ല പറയുന്നത്. എനിക്കിപ്പോൾ എന്താ പറയുക, രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ജീവിച്ചു, ഒരു നാളെ ജഗതി ഞാനും ജോജിയും ശകട എന്നുള്ള അവർ വരുന്നത് എനിക്കെന്താ? നമ്മൾ ആളുകൾ പറയുന്ന വാക്കാണ് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ആത്യന്തികമായിട്ട് മനുഷ്യനെന്ന് വെച്ചാൽ എന്തിനാണ് ഒരു പാർട്ട്ണർ? അവർക്ക് അവരുടെ മനസ്സിനെ തുറന്നു വെക്കാനും അവരുടെ വിഷമങ്ങൾ പങ്കുവെക്കാനാണല്ലേ. അതിനൊരു പാർട്ട്ണറിൻ്റെ ആവശ്യമില്ല, അതിനൊരു നല്ല ഫ്രണ്ട് ഉണ്ടായാൽ മതി. അല്ല, അത് അന്ന പറയുന്നതാണെന്ന്. ഇത് എൻ്റെ വാക്കല്ല, ഞാൻ പാർട്ട്ണറിനെ വേണ്ടെന്നാണ് പറയണത്. എനിക്ക് ആരും വേണമെന്നില്ലാന്ന്. പിന്നെ ഉള്ളതോ എന്ന് ചോദിക്കും. അത് കുറച്ച് മുമ്പ് എൻ്റെ കൂടുതൽ ആളെ ഉപേക്ഷിക്കുന്നില്ല. കറി നന്നായി ഉണ്ടാകാൻ വേണ്ടി കറിവേപ്പിലിട്ടിട്ട് അവസാനം കറി കഴിച്ചുകൊണ്ട് കറിവേപ്പില കളയണ്ട, കറിവേപ്പിലേക്ക് ഔഷധം കൊണ്ട് എടുത്ത് കഴിക്കാമെന്ന കൺസെപ്റ്റാണ് എനിക്കുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഗുണമുണ്ട്, അല്ലെങ്കിൽ രുചിയുണ്ട്, അതിന് മണമുണ്ട്. ഇത് പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ലൈഫ് തന്നെയാണ് പറഞ്ഞതേന്ന്. നമുക്കൊരാളാവശ്യം ഉണ്ടെങ്കിലോ അത് ആ സ്നേഹത്തിൽ നിന്നാണ്. ആ സ്നേഹം നഷ്ടമാകുമ്പോൾ അത് എൻ്റെ ഈ സംസാരം പ്രണയിക്കുന്നവർക്കറിയാൻ പറ്റും അതിൻ്റെ ഫീലിംഗ്. ആത്മാർത്ഥ പ്രണയത്തിൽ ലിവിങ് ടുഗദറോ വിവാഹമോ പ്രേമോ ആവട്ടെ, ആത്മാർത്ഥ പ്രണയത്തിൽ പ്രണയിക്കുന്ന ആളെ തൽക്കാലത്തൊന്ന് മാറിപ്പോകുമ്പോൾ ചെറുതായിട്ടൊന്നൊരു നൊമ്പരം ഉണ്ടാകാനുണ്ട്. ആ ഡെപ്ത് പ്രണയത്തിന് അതെന്തുകൊണ്ടാണ് നമ്മൾ നന്നായി പ്രണയിച്ച ആളാണ്. ഇന്നും ഞാൻ പ്രണയിക്കുന്നുണ്ട്, എൻ്റെ പ്രണയത്തിന് വരണമെന്നില്ല.